ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ രോഹിത് എല്ലാ പേപ്പറിലും സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സൈൻ ഇട്ടതിന് ശേഷം രോഹിത്തിനോട് സുസ്മിത പറയുന്നുണ്ട്, നാളെ രാവിലെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ കുട്ടികളെ എത്തിച്ചേക്കാമെന്നൊക്കെ. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, എന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ രണ്ടുപേരെയും കൊന്നു കളയുമെന്ന്. ശേഷം കാണിക്കുന്നത് ശ്യാമയും ശാലിനിയും ശാരദാമ്മയാണ്. ശാരദാമ്മയും ശ്യാമയും പറയുന്നുണ്ട്, കുട്ടികളെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ എന്നൊക്കെ. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, സ്വത്ത് കിട്ടുന്നിടം വരെ സുസ്മിത എന്തായാലും കുട്ടികളെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യത്തില്ലെന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് അവിടേക്ക് വിഷ്ണുവും രോഹിത്തും വരികയാണ്. വിഷ്ണുവും രോഹിത്തും വന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശാലിനിയെ അനു വിളിക്കുന്നുണ്ട്. അനു വിളിച്ചിട്ട് പറയുന്നുണ്ട്, സുസ്മിതയ്ക്ക് ലാസ്റ്റ് ആയിട്ട് കോൾ വന്നത് മണിമല എസ്റ്റേറ്റിന്റെ അടുത്ത് നിന്നും ഒരാൾ വിളിച്ചതാണെന്ന് പറയുന്നു. രോഹിത് അപ്പോൾ പറയുന്നുണ്ട്, ആ സ്ഥലം എനിക്കറിയാം, ഞാൻ അവിടുത്തെ വഴിയൊക്കെ പറഞ്ഞു തരാം, എപ്പോഴും അവർ ബിസിനസ് കാര്യമൊക്കെ ചർച്ച ചെയ്യുന്നത് അവിടെ വെച്ചാണെന്നൊക്കെ പറയുന്നു. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ കുട്ടികളെയും കൊണ്ടേ വരത്തുള്ളൂ, എന്റെ ഓട്ടോക്കാർ ഫ്രണ്ട്സ് ഉണ്ട്, അവരുമായിട്ട് ഞാൻ പോയി കുട്ടികളെയും കൊണ്ട് വന്നിരിക്കുമെന്നൊക്കെ പറയാണ്. ശേഷം കാണിക്കുന്നത് പപ്പിയും സത്യയുമാണ്. രണ്ടുപേരുമാണെങ്കിൽ എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. ഗുണ്ടകൾ ഭക്ഷണവുമായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് സത്യ വേണ്ടെന്നൊക്കെ പറയുന്നു. പപ്പി പക്ഷെ ഫുഡ് വാങ്ങുന്നുണ്ട്. ഫുഡ് എടുത്തിട്ട് കൈകൊണ്ട് പിഴിഞ്ഞിട്ടാണെങ്കിൽ ഗുണ്ടയുടെ മുഖത്ത് തേക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഗുണ്ടകൾ പിന്നാലെ ചെല്ലുന്നുണ്ട്. ആ സമയത്ത് സത്യയും പപ്പിയും കല്ലെടുത്തെറിയുമെന്ന് പറയുന്നു. രണ്ടുപേരും അപ്പോൾ കണ്ണാടി എടുത്തു വെക്കുന്നുണ്ട്. കുട്ടികളെ രണ്ടുപേരെയും വീണ്ടും ഗുണ്ടകൾ പിടിച്ചകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങളെ വെറുതെ വിടില്ല, നല്ല തല്ല് തരുമൊക്കെ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. കുട്ടികൾ അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ വിഷ്ണു അച്ഛൻ വരും, ഞങ്ങളുടെ വിഷ്ണു അച്ഛൻ വന്ന് ഞങ്ങളെ രക്ഷിക്കുമെന്നൊക്കെ. അതേ സമയത്ത് വിഷ്ണു ആണെങ്കിൽ ഓട്ടോക്കാരുമായിട്ട് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുട്ടികൾ വീണ്ടും ഗുണ്ടകളുടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ വീടിന്റെ പുറകിലൊക്കെ മറിഞ്ഞിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് സത്യാമ്മയാണ്. പിള്ള സത്യാമ്മയോട് ചോദിക്കുന്നുണ്ട്, പണം മോഷ്ടിച്ച ആളെ ശരിക്കും സത്യാമ്മ കണ്ടതാണോ എന്നൊക്കെ. സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട്, ആ വീട്ടിൽ പോയപ്പോൾ അവനെ ഞാൻ കണ്ടതാണെന്ന്. പിള്ള അപ്പോൾ പറയുന്നുണ്ട്, എങ്കിൽ ആ വീട്ടിൽ ഒന്നുകൂടെ പോകാനെന്ന്. അവിടെ പോയിട്ട് പരാതി കൊടുക്കാൻ പോവുകയാണെന്ന് സൂചിപ്പിക്കാനെന്ന് പറയുന്നു. പണം എടുത്ത ആളുമായിട്ട് ആ വീട്ടിൽ ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അയാൾ ഉടനെ അറിയും. ഉടനെ തന്നെ പൈസ ഇവിടെ കൊണ്ടുവെക്കാനും സാധ്യതയുണ്ട്. കേസിനും കൂട്ടത്തിനും ഒക്കെ പോകാൻ പേടിച്ചിട്ടെന്നൊക്കെ പറയാണ്. സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട്, പിള്ള പറഞ്ഞത് ശരിയാണല്ലോ, ഇപ്പൊ തന്നെ പോകാമെന്ന് പറയുന്നു. സത്യാമ്മ ഉടനെ തന്നെ പോവുകയാണ്. പിള്ള ഉടനെ തന്നെ ശാലിനിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ സത്യാമ്മയെ ഒഴിവാക്കിയിട്ടുണ്ട്, കുഞ്ഞിങ്ങോട്ട് വരാനെന്ന് പറയുന്നു. ശാലിനി ഉടനെ തന്നെ വരുന്നുണ്ട്. ശാലിനി വന്നിട്ട് രാഘവൻ നായരെ കാണുന്നുണ്ട്. ശാലിനി പറയുന്നുണ്ട്, അച്ഛൻ എന്റെ കൂടെ ഒന്ന് വരണം, അച്ഛനെ ഞാൻ സൂക്ഷിച്ചു കൊണ്ട് ഇവിടെ തന്നെ എത്തിച്ചോളാം, ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, ഒരു ഇമ്പോർട്ടന്റ് കാര്യത്തിനാണെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് ഉപേന്ദ്രനും സുസ്മിതയും രജിസ്റ്റർ ഓഫീസിൽ വെയിറ്റ് ചെയ്യുകയാണ്. ചന്ദ്രബോസ് ആ സമയത്ത് സുസ്മിതയെ വിളിക്കുന്നുണ്ട്. സുസ്മിതയോട് പറയുന്നുണ്ട്, ഞാൻ അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ രജിസ്ട്രാർ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ആളാണ്, കുറച്ച് പ്രശ്നം അവിടെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അയാൾ കുറച്ച് സ്ട്രിക്റ്റ് ആണെന്നൊക്കെ പറയുന്നു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രോഹിത്തും അവിടേക്ക് വരുന്നുണ്ട്. സുസ്മിത ഫോണിൽ കൂടെ ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്, രോഹിത്ത് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. രജിസ്റ്റർ ഓഫീസിലെ ആള് വന്നിട്ടാണെങ്കിൽ പറയുന്നുണ്ട്, രജിസ്ട്രാർ അകത്തേക്ക് വിളിക്കുന്നുണ്ടെന്ന്. ആരാണോ എഴുതി കൊടുക്കുന്നത് അയാളെയാണ് ആദ്യം വിളിക്കുന്നത്. അയാൾ ആധാർ കാർഡും എല്ലാ ഡോക്യുമെന്റ്സും ചെക്ക് ചെയ്ത് ഓരോന്നും ചെയ്യത്തുള്ളൂ, അതുകൊണ്ട് എല്ലാം കയ്യിലുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രോഹിത്തിനെ അകത്തേക്ക് വിളിച്ചു കൂട്ടിയിട്ട് പോകുന്നുണ്ട്. സുസ്മിതയും ഉപേന്ദ്രനും വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.